എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ഹെയർ ക്ലിപ്പ് മേക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ അമർത്തുക. എന്നാലും നമ്മുടെ വീഡിയോസൊക്കെ ഇടുന്ന ഉടനെ നിങ്ങൾക്ക് ആദ്യമേ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുകൊണ്ട് ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എങ്ങനെയാണ് സെൻറ്റർ ക്ലിപ്പ് അല്ലെങ്കിൽ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇത് സെൻറ്റർ ക്ലിപ്പല്ല, ഇത് വലിയൊരു ക്ലിപ്പാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പ് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലിപ്പ്, മനോഹരമായിട്ടുള്ള ഒരു ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ക്ലിപ്പ് ഉപയോഗിച്ച് ഞാൻ കുന്തൻ സ്റ്റോൺ ഉപയോഗിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്ലിപ്പുകളാണിതെല്ലാം. എന്താ ഇത് ഭംഗിയാണോ നോക്കിക്കേ. ക്യാമറയിൽ ഇത്രയും ഇതിൻ്റെ ഭംഗി അത്രയും അറിയുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് ഇത്രയും ഭംഗി എടുത്ത് കാണിക്കുന്നുണ്ടോയെന്ന് നേരിട്ട് കാണുമ്പോൾ ഇത് ഇതിലും നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് സെൻറ്റർ ക്ലിപ്പിലേക്ക് നമുക്ക് ഗ്ലൂ തേച്ച് കൊടുക്കാം. നമുക്ക് ഗ്ലൂ വളരെ നന്നായിട്ട് തേച്ച് കൊടുക്കണം, നല്ല രീതിയിൽ തേച്ച് കൊടുക്കണം. നല്ല രീതിയിൽ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തതിന് ശേഷം മറിച്ച് നമുക്ക് തേച്ച് കൊടുക്കാം മുഴുവനായിട്ടും. ഈ രണ്ട് കളറിലെ കുന്തൻ സ്റ്റോൺസ് ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്, നമ്മുടെ ക്ലിപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമുക്ക് സ്റ്റോൺ എടുക്കാനായിട്ട് സ്റ്റോൺ പെന്നിനകത്ത് നമുക്ക് ഗ്ലൂ തേച്ചെടുക്കാം. നമ്മുടെ ക്ലിപ്പിനകത്ത് ഓൾറെഡി ഗ്ലൂ തേച്ച് വെച്ചേക്കുവാണല്ലോ. നമുക്ക് സ്റ്റോൺ ഓരോന്നായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഗ്ലൂ അതിൻ്റെ ഷേപ്പിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലൊന്ന് രണ്ട് ചന്ദ്രക്കലയുടെ മോഡലിലുള്ള കുന്തൻ സ്റ്റോണാണ്. അപ്പോൾ ഒരു ഫ്ലവർ മോഡലിൽ നമുക്കത് കിട്ടും. നടുക്ക് നമുക്ക് വൈറ്റ് സ്റ്റോണും ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഗ്ലൂ നമുക്ക് സ്റ്റോൺ എടുത്ത് വെച്ച് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് വീഡിയോ ഇപ്പോൾ ഈ സൂം ചെയ്ത് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നല്ല രീതിയിൽ മനസ്സിലാവും. ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. കണ്ടോ, അങ്ങനെ നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. അതിന് ശേഷം നമുക്ക് വൈറ്റ് സ്റ്റോൺ നമുക്ക് നടുക്ക് വെച്ച് കൊടുക്കാം. ഒരു ഫ്ലവർ മോഡലിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഞാൻ പതുക്കെ ചെയ്യുന്നതായിട്ടാണ്. നമുക്ക് വേഗം ചെയ്ത് തീർക്കാവുന്നതാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് പതുക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇതാ നമുക്ക് സ്റ്റോണെല്ലാം നമുക്കങ്ങനെ അതുപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ ഫുള്ള് നമ്മൾ ആ ഒരു ഷേപ്പ് തന്നെ ഇടുന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ റിംഗ് ലൈറ്റ് പണി തരുന്നുണ്ട്, ഓഫാവുന്നുണ്ട്, അതാണ് ഒരു വെട്ടക്കുറവ് വരുന്നത്. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് അതിരുന്നോളും. സ്റ്റോണൊക്കെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പേനയാണത്. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ നന്ന രീതിയിൽ അതങ്ങോട്ട് ഇതാവും. ഈ ഫ്ലവറിൻ്റെ മേക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഭംഗി എത്രത്തോളം എനിക്കിതിനകത്ത് എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കാണിക്കാൻ പറ്റുന്നുണ്ടെന്നും. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഇതിന് വളരെ ഭംഗിയാണ്. നമ്മൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും വളരെ ഭംഗിയാണിത് കാണാനായിട്ട്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമ്മുടെ മേക്കിംഗ് തീരാറായി. നമ്മുടെ ഫ്ലവറെല്ലാം കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു നമുക്ക് ലാസ്റ്റും ഒരു ഫ്ലവർ അല്ലെങ്കിൽ അതിൻ്റെ പകുതി കിട്ടിയേനെ. ഞാൻ നിങ്ങളെ കാണിക്കാനുള്ള ഒരു ഇതിൽ ഞാൻ അതധികം ശ്രദ്ധിച്ചില്ല. അവിടെ നമുക്ക് സാരില്ല, നമുക്കവിടെ സ്റ്റോൺ വെച്ച് വൈറ്റ് സ്റ്റോൺ വെച്ച് നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ ഇപ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ, നല്ല ഒരു ഫ്ലവർ ഷേപ്പിൽ നമുക്ക് കിട്ടിയില്ലേ. നമുക്ക് ആ ഗ്യാപ്പിൻ്റെ അവിടെയൊക്കെ നമുക്ക് വൈറ്റ് സ്റ്റോൺ വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ആ വൈറ്റ് സ്റ്റോണെല്ലാം വെച്ചു. പിന്നെ എനിക്ക് നമ്മൾ നേരത്തെ വെച്ച പശയെല്ലാം ഉണങ്ങി കാണുമല്ലോ, അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് പശ വെച്ച് പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അതെല്ലാം നല്ല രീതിയിൽ അവിടെ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. പശ തീർന്നുകൊണ്ടാണ്, പശ ഉണങ്ങിയത് കൊണ്ടാണ് അതോടെ ഒട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട്. കുറച്ച് പശ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് അവിടെ ഫിക്സ് ആയിട്ട് ഇരിപ്പുണ്ട്.
ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് വൈറ്റ് സ്റ്റോൺ നമ്മൾ ഗ്യാപ്പ് വന്ന സ്ഥലത്തൊക്കെ നമ്മൾ വൈറ്റ് സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തു. നമ്മുടെ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഈ ക്ലിപ്പൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്കും ഇതൊരു വരുമാന മാർഗ്ഗമാക്കാവുന്നതാണ്. എന്തായാലും നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. വെറൈറ്റി ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കേണ്ട. ഇതാണ് നമ്മുടെ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായോ? നമുക്ക് എല്ലാ ക്ലിപ്പുകളും ഒന്നുകൂടെ ഒന്ന് നോക്കിയാലോ. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ക്ലിപ്പും നമ്മൾ നേരത്തെ വെച്ചിരുന്ന ക്ലിപ്പുകളും ഉണ്ടാക്കി വെച്ചിരുന്ന ക്ലിപ്പുകളും എല്ലാം കൂടെ നമുക്ക് നോക്കാം. കണ്ട അതിൻ്റെ ഒരു ഭംഗിയുണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ക്ലിപ്പിൻ്റെ. എനിക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ക്ലിപ്പ് രസമല്ലേ? നമ്മളിപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ ക്ലിപ്പ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ വേറൊരു വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.